അങ്ങനത്തെ ഒരു 3 മാസത്തിന് ശേഷം കേട്ടോ നമ്മൾ ബാംഗ്ലൂരിൽ നിന്നത് തൃശ്ശൂരിലേക്ക് ഒരു യാത്ര. നോറയാണ് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഒക്കെ കേട്ടോ, എവിടേക്കാണ് പോകണമെന്ന് ചെറിയൊരു കൺഫ്യൂഷനും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അവൾക്ക്. അതിൻ്റെ ഇടയ്ക്ക് നോറ പപ്പനെ അന്വേഷിക്കുന്നുണ്ടായി. പപ്പ ഇപ്രാവശ്യം നമ്മുടെ കൂടെ വരുന്നില്ല, നമ്മൾ 3 പേരും കൂടിയാണ് തൃശ്ശൂർക്ക് പോകണേ. പിന്നെ നമ്മളെ ട്രെയിൻ കയറ്റി തരാനും ജയ്സേട്ടൻ സർപ്രൈസ് ആയിട്ട് ഓഫീസിൽ നിന്ന് ഓടി വന്നു. പിന്നെ ജയ്സേട്ടന് ചെറിയൊരു വിഷമമുണ്ട് മുഖത്ത്, കാരണം നോറനെ പിരിഞ്ഞ് നിൽക്കാന്ന് പറയുമ്പോൾ ഇപ്പോൾ ഭയങ്കര വലിയ വിഷമമാണ്. കാരണം അവളിപ്പോൾ കളിയും ചിരിയും സ്നേഹമൊക്കെ ഭയങ്കര കേട്ടോ. പിന്നെ നമ്മുടെ ട്രെയിൻ കയറി, പക്ഷേ വിചാരിച്ച സീറ്റ് നമുക്ക് കിട്ടിയില്ല. എന്നാലും വേണ്ടില്ല, അപ്പാപ്പനും അമ്മമ്മയായിരുന്നു. പിന്നെ നമ്മളിങ്ങനെ യാത്രയൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് ഫ്രൂട്ട്സ് അതുപോലെ തന്നെ കുറച്ച് ബിസ്ക്കറ്റൊക്കെ പിടിക്കും, കാരണം നോറയ്ക്ക് വിശന്നാലും. അതിൻ്റെ ഇടയ്ക്ക് ഈ അപ്പാപ്പനും അമ്മമ്മയ്ക്ക് ഇങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ്. എന്നാൽ പിന്നെ ഒരു ചെറിയ വീഡിയോ എടുക്കാമെന്നൊക്കെ ഞാനും വിചാരിച്ചു. പിന്നെ നമ്മൾ അപ്പാപ്പനും അമ്മമ്മയായിട്ട് നമ്മൾ ഭയങ്കര സെറ്റായി, കാരണം എൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെ സംസാരിച്ചിരിക്കാൻ ഒരാളെ കിട്ടുകയെന്ന് പറഞ്ഞാൽ അത്രയും വലിയ സന്തോഷമുള്ള ഒരു കാര്യമായിട്ട്. വൈകുന്നേരം 4:30 കറക്റ്റ് പുറപ്പെടുന്ന ട്രെയിൻ ആയതുകൊണ്ട് നമ്മൾ ഏകദേശം 12:30 തന്നെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായി. പിന്നെ നമ്മുടെ അപ്പനവിടെ കാത്തു നിൽക്കുന്നുണ്ടായിട്ടോ. പോകുന്ന സമയം മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എന്തോ വലിയ ഭാഗ്യമായി. പിന്നെ രാവിലെ എത്തി നോക്കിയപ്പോൾ നല്ല മഴ. പിന്നെ നമ്മൾ കുറേ നാൾക്ക് ശേഷം നമ്മൾ വീട്ടിലേക്ക് വരുമ്പോൾ പ്രത്യേക സന്തോഷം കേട്ടോ.